ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PravisMagic. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല നാടൻ ഐറ്റമായിട്ടാണ്. അപ്പം നമ്മളെ വീട്ടിലൊക്കെ മുമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഓട്ടടയാണ്. അപ്പം ഗോതമ്പ് ഓട്ടടയാണ്. അപ്പോൾ ഒറട്ടി എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഓട്ടടയെന്ന് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റുന്ന, അതായത് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓട്ടടയാണ്, ഗോതമ്പ് ഓട്ടടയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒഴിച്ചിട്ടുള്ള സാധനം എന്തുവാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് നമ്മുടെ ശർക്കരയാണ്, മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ഇതിനകത്ത് മെൽറ്റാക്കി ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാവരും അത്ഭുതപ്പെടുത്തി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സൗണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള ഓട്ടട ചെയ്യുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഒറട്ടി ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ 2.25 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്ന ഗോതമ്പ് മാവാണ്. അപ്പോൾ ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് എപ്പോഴും നമുക്ക് ഗോതമ്പ് മാവ് കിട്ടും. ഈ മാവിനൊരു പ്രത്യേകതയുണ്ട്, ഇത് അധികം അങ്ങ് പൊടിഞ്ഞിട്ടില്ല, ഒരു ശകലം തരിയുള്ള ഗോതമ്പ് മാവാണ്. നമുക്കത് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ആ മാവ് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ഗോതമ്പ് മാവിലാണ് ഈ ഓട്ടട ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല മൊരിഞ്ഞ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ 2-3-4 കവർ മാവ് ഞാൻ വാങ്ങിയിട്ട് റേഷൻ കടയിൽ നമുക്ക് കിട്ടും. അത് വാങ്ങി ഞാനൊന്ന് വറുത്തെടുത്ത മാവാണിത്. അപ്പോൾ ഈ വറുത്തെടുത്ത മാവിൽ ചെയ്താലാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതാണ് ഇതിന് മെയിനായിട്ടുള്ള കാര്യം. ഈ മാവൊന്ന് വറുത്തെടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാവിൽ ചെയ്താലും കുഴപ്പമില്ല. അത് പക്ഷേ അതിൽ വെള്ളമൊക്കെ ചേർക്കുന്നതിൻ്റെ അളവ് ഭയങ്കര ശ്രദ്ധിച്ച് ചേർത്തില്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുഴഞ്ഞു പോകും ആ മാവ്. അപ്പം നമുക്ക് ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഈ വറുത്തെടുത്ത ഗോതമ്പ് മാവിലാണ് നമ്മളിപ്പം ഈ ഓട്ടട ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2.25 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ഒരു കപ്പ് നല്ല തേങ്ങ തിരുമിയതാണ് എടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തേങ്ങ 1 കപ്പ് തേങ്ങ തിരുമി എടുത്തിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒരു പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞൊന്ന് കറക്റ്റായിട്ട് പൊടിയായിട്ട് വരും കേട്ടോ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇത് രണ്ടുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് ഓട്ടടയ്ക്ക്. അപ്പം നമുക്കിനി ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ചരുവമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഈ ചരുവത്തിലോട്ട് നമുക്കുള്ള 2.25 കപ്പ് മാവ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വളരെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ കറി മധുരമാണ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതെങ്കിൽ ഉപ്പൊന്ന് കുറയ്ക്കണം. അല്ല നമ്മൾ എന്തെങ്കിലും കറിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ തേങ്ങയും ഗോതമ്പ് മാവും നല്ല പോലെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ചേർക്കാവുള്ളൂ. പിന്നെ ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കൈ കൊണ്ട്. ഇത് രണ്ടും കൂടി ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിന് കുറച്ചും കൂടി കട്ടിക്ക് കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു ശകലം വെള്ളവും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കുറച്ചും കൂടി നമ്മളൊന്ന് നല്ല പോലെ സോഫ്റ്റാക്കി എടുക്കണം. ഇനി കുറച്ചിങ്ങനെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കില്ല, അതുപോലെ എടുക്കണം. ഈ ഇത്രയും വെള്ളം മാത്രമേ ഇതിനകത്ത് ചേർക്കാവുള്ളൂ. അത് നമുക്ക് ചേർക്കുമ്പോൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ എത്രത്തോളം വെള്ളം വേണമെന്ന്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. ഞാൻ നമ്മുടെ ഗോതമ്പ് മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇതിന് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അധികം വെക്കുന്നതൊന്നുമില്ല. ഞാനിപ്പോൾ ഇതങ്ങ് അടുത്ത ഓട്ടടയ്ക്ക് പരത്തി ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിനി ഇത്
ഈ മാവ് വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കുന്നതിന് മുൻപ് അത്യാവശ്യം വലിയ വലിയ പീസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ചെറിയ പീസായിട്ടല്ല. ചെറുതായി കഴിഞ്ഞാൽ അത് വെന്ത് വരുമ്പോൾ അതിനകത്ത് നല്ല പോലെ ക്രിസ്പി ആയിട്ട് വരത്തില്ല. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഉരുളയായിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഈ തടിയുടെ ചപ്പാത്തി പലകയാണെങ്കിൽ അതിനകത്തിട്ട് പരത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു വലിയ സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിട്ട് അതിൽ നല്ല പോലെ എണ്ണ ചേർത്തിട്ട് പരത്തിയെടുക്കാം. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുത്താലും മതി. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എനിക്കിത് കറക്റ്റ് ഷേപ്പ് വരത്തില്ല. അതുകൊണ്ടാണ് ഞാനിതിന് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നത്. അത് ഭയങ്കര എളുപ്പമാണ്. നല്ല പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ഷേപ്പും ആയിരിക്കും. ഇതുപോലെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കണ്ടോ. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ട് ചെയ്താലും മതി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ ചെയ്യുന്നതാണ് എളുപ്പം. ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ സംഭവം കറക്റ്റായിട്ട് വരും. ചപ്പാത്തി പരത്തുന്ന പോലെ ഒരുപാട് തിന്നായിട്ട് വേണ്ട, കുറച്ചും കൂടി തിക്കായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. കണ്ടോ, ഇത്രയും ഒരു കനത്തിൽ നമ്മൾ പരത്തിയെടുക്കണം. അപ്പം നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല പോലെ ഷേപ്പിലും കിട്ടും. അതുപോലെ ഇത്രയും ഒരു തിക്നെസ് വേണം, എന്നാൽ മാത്രമേ ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയും പരത്തിയെടുക്കാം. കറക്റ്റായിട്ട് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ലാസ്റ്റ് വന്നതിനാണ് അത് തിക്നെസ് കുറവുണ്ടായിരുന്നത് കേട്ടോ. കറക്റ്റായിട്ട് എല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമ്മളെടുത്ത് അങ്ങോട്ട് ചുട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ദോശക്കല്ലിലിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ട്രഡീഷണലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നെയ്യ് ചേർത്ത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. ദോശക്കല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ദോശക്കല്ല് ചെയ്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. കല്ല് നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഉരട്ടി ഇട്ട് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ തൂക്കിയിട്ടുണ്ട്. നല്ലപോലെ കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഉരട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തീ കുറയ്ക്കണം. അല്ലെങ്കിൽ ഇത് അകം വേവത്തില്ല, കരിഞ്ഞു പോവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. അപ്പം അത് നല്ലപോലെ വെന്ത് കിട്ടുന്നതിനാണ്. ഈ സൈഡ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ലാസ്റ്റ് നമ്മൾ ശകലം ഒരെണ്ണ ഇങ്ങനെ എടുക്കാറാവുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ഈ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നമ്മുടെ ആദ്യത്തെ ഓട്ടട റെഡി ആയിട്ടുണ്ട് കണ്ട. നല്ല സൈഡൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അകമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കി നമുക്ക് ചുട്ടെടുക്കാം. എല്ലാ ഒറട്ടിയും അല്ലെങ്കിൽ ഓട്ടടയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഓട്ടടയും ഫുൾ ഓട്ടടയും നമ്മൾ ചുട്ടെടുത്ത്. അപ്പോൾ ഇത് നമ്മളെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാ ഓട്ടടയും റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഓട്ടട റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ ഇനി ഉടനെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.